ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ മാനേജറിയൽ ഇക്കണോമിക്സിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ മാനേജറിയൽ ഇക്കണോമിക്സ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു അല്ലേ. വെൽത്ത് ഡെഫിനിഷൻ എന്താ, വെൽഫെയർ ഡെഫിനിഷൻ എന്താ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്താ, അതുപോലെ തന്നെ ദ ലാസ്റ്റ് വൺ മോഡേൺ ഓർ ഗ്രോത്ത് ഡെഫിനിഷൻ. ഇതൊക്കെ എന്താന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണ ടോപ്പിക്കാണ് ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. ഇക്കണോമിക്സിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് എന്താന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോണത്. യെസ്, in 1933 Ragnar Frisch classified economics into two branches. 1933 റാഗ്നർ ഫ്രിഷ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഇക്കണോമിക്സിനെ രണ്ട് ബ്രാഞ്ചസ് ആയി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. That two branches are microeconomics and macroeconomics. ഇക്കണോമിക്സിന്റെ രണ്ട് ബ്രാഞ്ചസ് ആണ് മൈക്രോ ഇക്കണോമിക്സും അതുപോലെ തന്നെ മാക്രോ ഇക്കണോമിക്സും. So first of all we want to know what is macroeconomics. എന്താണ് macroeconomics നമുക്ക് ആദ്യം നോക്കാം. Actually the word macro derived from the Greek word macros which means large. മാക്രോ എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള മാക്രോസ് എന്നുള്ളതാണ്. ദാറ്റ് ഗ്രീക്ക് വേർഡ് മാക്രോസ് മീൻസ് ലാർജ്. ലാർജ് ആയിട്ടുള്ളതെന്നാണ് മാക്രോസ് എന്നുള്ള ഒരു ഗ്രീക്ക് വേർഡ് മീൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഗ്രീക്ക് വേർഡ് മാക്രോസ് എന്നാണ് മാക്രോ ഇക്കണോമിക്സ്, അതിലെ മാക്രോ എന്നുള്ള ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സോ മാക്രോ ഇക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് എൻറ്റയർ ഇക്കോണമി. നമ്മുടെ എൻറ്റയർ ഇക്കണോമീനെ അല്ലെങ്കിൽ നമ്മുടെ ഓൾ ഇക്കണോമീനെ സ്റ്റഡി ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാക്രോ ഇക്കണോമിക്സ് എന്നുള്ള ഒരു ബ്രാഞ്ചിൽ പറയണത്. യെസ്, മാക്രോ ഇക്കണോമിക്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? നമ്മുടെ നാഷണൽ ഇൻകം, ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഇൻകം എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോസ് നാഷണൽ ഔട്ട്പുട്ട് എത്രയാണ്, അഗ്രഗേറ്റ് ഡിമാൻഡ് എത്ര, അഗ്രഗേറ്റ് സപ്ലൈ എത്രയുണ്ട്, അല്ലെങ്കിൽ ജനറൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് അത് എത്രമാത്രം ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ എൻറ്റയർ ഇക്കോണമീനെ, നമ്മുടെ ഇന്ത്യൻ ഇക്കണോമീനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേൾഡ് ഇക്കോണമി എൻറ്റയർ ഇക്കണോമീനെ കുറിച്ച് പഠിക്കുകയെന്നുണ്ടെങ്കിൽ അതാണ് മാക്രോ ഇക്കണോമിക്സ്. അതായത് ഇക്കണോമിയുടെ മുഴുവനായിട്ടും അല്ലെങ്കിൽ എൻറ്റയർ ഓൺലി ഒരു സിംഗിൾ യൂണിറ്റിനെയല്ല എൻറ്റയർ ഇക്കോണമീനെ സ്റ്റഡി ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാക്രോ ഇക്കണോമിക്സിൽ പറയണത്. So macroeconomics is also known as theory of income and employment. ഇനി what is microeconomics? Microeconomics എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മൈക്രോ എന്ന് പറയുന്ന ആ ഒരു ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള മൈക്രോസ് എന്നുള്ളതാണ്. ദാറ്റ് ഗ്രീക്ക് വേർഡ് മൈക്രോസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് വേർഡ് മീൻ ചെയ്യുന്നത് സ്മോൾ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൈക്രോ ഇക്കണോമിക് സിംപ്ലി മീൻസ് ദ മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് ദി ഇക്കോണമി. നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കാണുന്ന രീതിയിൽ, അതായത് വളരെ മിനിമമാണ് നമ്മൾ മൈക്രോ ഇക്കണോമിക്സിൽ സ്റ്റഡി ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു സിംഗിൾ യൂണിറ്റിനെ, ഒരു ഇൻഡിവിജ്വലിനെ, അല്ലെങ്കിൽ ഒരു ഫേമിനെ, അല്ലെങ്കിൽ ഒരു കൺസ്യൂമറെ, അങ്ങനെ ഒരു സിംഗിൾ യൂണിറ്റിനെ നമ്മൾ സ്റ്റഡി ചെയ്യാന്നുണ്ടെങ്കിൽ അത് മൈക്രോ ഇക്കണോമിക്സ് ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിനെ, അല്ലെങ്കിൽ എ നമ്പർ ഓഫ് ഫേംസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അത് മാക്രോ ഇക്കണോമിക്സ് ആണ്. ദെൻ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിമ്പിൾ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മൈക്രോ സ്റ്റഡി എന്ന് പറയുമ്പോൾ, മൈക്രോ ഇക്കണോമിക്സ് എന്നുള്ളതല്ല, ഒരു മൈക്രോ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ BBA ക്ലാസ്സിൽ ഓൺലി ഒരാളെ ഞാൻ എന്ത് ചെയ്യാണ്, സ്റ്റഡി ചെയ്യാണ്, ഓൺലി വൺ പേഴ്സണെ ഞാൻ സ്റ്റഡി ചെയ്യുന്നെന്നുള്ളെങ്കിൽ അത് മൈക്രോ സ്റ്റഡിയാണ്. ദെൻ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസിനെ, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പഠിക്കുന്നുണ്ട്, നമ്മുടെ എൻറ്റയർ BBA ക്ലാസ്സിനെ ഞാൻ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്രോ സ്റ്റഡിയാണ് അല്ലേ. സോ അത് തന്നെയാണ് ഇക്കണോമിക്സിനെ എൻറ്റയർ ആയി പഠിക്കുമ്പോൾ അത് മാക്രോ ഇക്കണോമിക്സും, ദെൻ ഓൺലി വൺ സിംഗിൾ യൂണിറ്റിനെ സ്റ്റഡി ചെയ്യുമ്പോൾ അത് മൈക്രോ ഇക്കണോമിക്സും ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു മാക്രോ ഇക്കണോമിക്സിനെ പറയുന്ന മറ്റൊരു പേരാണ് തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മൈക്രോ ഇക്കണോമിക്സിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രൈസ് തിയറി. ദെൻ അതല്ല എന്നുണ്ടെങ്കിൽ തിയറി ഓഫ് ഫേം. മൈക്രോ ഇക്കണോമിക്സിനെ പറയുന്ന പേരുകളാണ് തിയറി ഓഫ് ഫേം അല്ലെങ്കിൽ പ്രൈസ് തിയറി എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് മൈക്രോ ഇക്കണോമിക്സ്, എന്താണ് മാക്രോ ഇക്കണോമിക്സ്, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു, അതായത് ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. ഇനി ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഏതാ? മാനേജറിയൽ ഇക്കണോമിക്സ് ആണ്.
പക്ഷെ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇക്കണോമിക്സ് എന്താന്ന് പറഞ്ഞു, അതെന്താ മെയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷൻസ്, വെൽത്ത് ഡെഫിനിഷൻ എന്താ, വെൽഫെയർ ഡെഫിനിഷൻ എന്താ, ദെൻ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്താ, ഗ്രാഫ് ഡെഫിനിഷൻ എന്താ, ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കി. ദെൻ മൈക്രോ ഇക്കണോമിക്സ് എന്താ, മാക്രോ ഇക്കണോമിക്സ് എന്താ, അതായത് ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ് നോക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സബ്ജക്ട് മീൻസ് മാനേജറിയൽ ഇക്കണോമിക്സ് എന്നാണ് നമ്മുടെ ബുക്കിന്റെ പേര്. സോ നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ്, നമ്മൾ മാനേജറിയൽ ഇക്കണോമിക്സ് എന്തിനാ പഠിക്കുന്നത് എന്ന് നമുക്കറിയണം, വേണ്ടേ? അപ്പൊ ആദ്യം വാട്ട് ഈസ് മാനേജറിയൽ ഇക്കണോമിക്സ്, അതിന്റെ മീനിങ് എന്താന്ന് പറയാം. മീനിങ്ങിൽ പോകുന്നതിന്റെ മുന്നേ ജസ്റ്റ് സിമ്പിൾ ആയി പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇക്കണോമിക്സ് എന്താ, അല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഏതാ, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ഓരോരുത്തരും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ, അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ ടൂൾസ്, ടെക്നിക്സ്, മെത്തഡോളജി നമ്മളൊരു മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ, അതിനെയാണ് നമ്മൾ മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇക്കണോമിക്സിന്റെ കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, ടൂൾസ്, ടെക്നിക്സ്, മെത്തഡോളജി അതെല്ലാം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ, ഒരു മാനേജ്മെന്റിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ആൻഡ് മാനേജറിയൽ ഇക്കണോമിക്സ് ആസ് എ സബ്ജക്ട് gained popularity in USA after the publication of the book Managerial Economics by Joel Dean in 1951. 1951 ജോയൽ ഡീൻ അദ്ദേഹമാണ് ആദ്യമായിട്ട് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തോട് കൂടിയിട്ടാണ് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിന് ഒരു പോപ്പുലാരിറ്റി വന്നത് USA-ൽ. സോ ഒന്നുകൂടി പറയാണ്, 1951 ജോയൽ ഡീൻ എന്ന് പറയുന്ന ഒരു ഇക്കണോമിസ്റ്റ്, അദ്ദേഹമാണ് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു ന്യൂ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ന്യൂ സബ്ജക്റ്റ് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കാണ് മാനേജറിയൽ ഇക്കണോമിക്സ്. ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിൻ എന്ത് ചെയ്തിട്ടുള്ളത്, പോപ്പുലർ ആയിട്ടുള്ളത്. ദെൻ അദ്ദേഹം എന്താണ് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നുണ്ട്. യെസ്, അദ്ദേഹം പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, മാനേജറിയൽ ഇക്കണോമിക്സ് ഷോസ് ഹൗ ഇക്കണോമിക് അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ്. അതായത് മാനേജറിയൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഇക്കണോമിക് അനാലിസിസ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഹൗ ഇക്കണോമിക് അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ്. ഒരു ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഡിസിഷൻസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന് റൺ ചെയ്യാൻ വേണ്ട പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷൻ ഇക്കണോമിക് അനാലിസിസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇക്കണോമിക് ടൂൾസ്, ടെക്നിക്സ്, മെത്തഡോളജി, പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് മാനേജറിയൽ ഇക്കണോമിക്സ് എന്നാണ് ജോയൽ ഡീൻ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ. ഇനി മാനേജറിയൽ ഇക്കണോമിക്സിനെ ഒരുപാട് പേര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലുള്ള 2 ഡെഫിനിഷൻസ് നമ്മളിവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഓഫ് കോഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ദെൻ ഫസ്റ്റ് വൺ, ആദ്യത്തെ ഡെഫിനിഷൻ പറയുന്നത് സ്പെൻസർ ആൻഡ് സിഗൽമാൻ, അദ്ദേഹമാണ് ആദ്യത്തെ ഡെഫിനിഷൻ പറയുന്നത്. യെസ്, അക്കോർഡിംഗ് ടു ഹിം ദ മാനേജറിയൽ ഇക്കണോമിക്സ് മീൻസ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ് for the purpose of facilitating decision making and forward planning of management. സ്പെൻസർ ആൻഡ് സിഗൽമാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് മാനേജറിയൽ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് മാനേജ്മെന്റിന്റെ പ്ലാനിങ്ങിന്, അതായത് മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം, വേണ്ടേ? സോ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന്റെ ഫോർവേഡ് പ്ലാനിങ്ങിനും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഇക്കണോമിക് തിയറീസ് ബിസിനസ് പ്രാക്ടീസസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക, കൂട്ടിച്ചേർക്കുമ്പോഴാണ് മാനേജറിയൽ ഇക്കണോമിക്സ്. അങ്ങനെയാണ് സ്പെൻസർ ആൻഡ് സിഗൽമാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ വൺ മോർ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡൊമിനിക് സാൽവഡോർ എന്ന് പറഞ്ഞിട്ടുള്ള മാനേജറിയൽ ഇക്കണോമിസ്റ്റ്, അദ്ദേഹം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? Managerial economics refers to the application of economic theories and tools of analysis of decision sciences to examine how an organization achieves its aims or objectives most efficiently.
എങ്ങനെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന് അതിൻ്റെ എയിംസ്, ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷന് എങ്ങനെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് എത്തിച്ചേരാൻ പറ്റുക. സോ അതിന് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം. സോ അത്തരം ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഇക്കണോമിക് തിയറീസും ടൂൾസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അതാണ് മാനേജീരിയൽ ഇക്കണോമിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്, അതായത് ഒരു ബിസിനസ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇക്കണോമിക്സിന്റെ തിയറീസും അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും മെത്തഡോളജീസും ടൂൾസും ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്യാണ് മാനേജീരിയൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ, ഡിസിഷൻ മേക്കിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ. സോ അതാണ് മാനേജീരിയൽ ഇക്കണോമിക്സ്. ദെൻ ദ സെയിം തിങ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. മാനേജേഴ്സിന് ഒരു ഓർഗനൈസേഷനിൽ പ്രോബ്ലംസ് അനലൈസ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള വൈറ്റൽ ഡിസിഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കാനും മാനേജീരിയൽ ഇക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള സ്കേഴ്സ് റിസോഴ്സസിനെ ഏറ്റവും നല്ല രീതിയിൽ, അതായത് ഒപ്റ്റിമം അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്, മാനേജീരിയൽ ഇക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. ദെൻ ഫൈനലി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജീരിയൽ ഇക്കണോമിക്സ്. മാനേജീരിയൽ ഇക്കണോമിക്സിന്റെ ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അതിൽ കുറെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്, ഓൾമോസ്റ്റ് ഒരു 8 ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ മാനേജീരിയൽ ഇക്കണോമിക്സിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. സോ ദ ഫസ്റ്റ് വൺ, ടു ഇന്റഗ്രേറ്റ് ഇക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ്. ബിസിനസ് പ്രാക്ടീസുമായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ റിയൽ ലൈഫുമായിട്ട് ഇക്കണോമിക് തിയറീസ് ഇന്റഗ്രേറ്റ് ചെയ്യുക, അസോസിയേറ്റ് ചെയ്യുക. അതാണ് മാനേജീരിയൽ ഇക്കണോമിക്സിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ദെൻ ദ സെക്കൻഡ് വൺ, to apply economic concepts and principles to solve business problems. ഒരു ബിസിനസ്സിൽ റൈസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാണ്, ഇക്കണോമിക് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാം. അതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്. ദെൻ തേർഡ് വൺ വന്ന് ടു അലോക്കേറ്റ് ദ സ്കേഴ്സ് റിസോഴ്സസ് ഇൻ ദ ഒപ്റ്റിമൽ മാനർ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ അല്ലെങ്കിൽ സ്കേഴ്സ് റിസോഴ്സസിനെ ഏറ്റവും നല്ല രീതിയിൽ ഒപ്റ്റിമൽ ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്യാം, അതാണ് തേർഡ് ഒബ്ജക്റ്റീവ് പറയുന്നത്. ദെൻ ദ ഫോർത്ത് വൺ വന്ന് ഒരു ഫേമിന്റെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫേമിന്റെ എല്ലാ ഏരിയാസിനെയും എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരാം അല്ലെങ്കിൽ എല്ലാ ഏരിയാസിലും എങ്ങനെ ഒരു ഗ്രോത്ത് കൊണ്ടുവരാം. സോ അത്തരത്തിലൊരു ഗ്രോത്ത് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് കൊണ്ടുവരിക, അതും മാനേജീരിയൽ ഇക്കണോമിക്സിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ദെൻ ഫിഫ്ത്ത് വൺ വന്ന് ടു മിനിമൈസ് റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി. അതായത് ബിസിനസ്സിൽ വരുന്ന പോസിബിലിറ്റി ഓഫ് ലോസ്, നഷ്ട സാധ്യതകൾ, റിസ്കിന് എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബിസിനസ് യൂണിറ്റിന് ഭാവിയിൽ ഉണ്ടാവാൻ പോണ സെയിൽസ് എത്ര ഉണ്ടാവും, ഇപ്പം നമ്മുടെ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് എത്ര സെയിൽസ് ഉണ്ടാവും അല്ലെങ്കിൽ മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഉണ്ടാവും, അത് മുൻകൂട്ടി അതായത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഒരു ഫേമിന്റെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് പുറമെ നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ മറ്റ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ, ദാറ്റ് മീൻസ് ഫേമിന്റെ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ലീഡർഷിപ്പ് കിട്ടാൻ അല്ലെങ്കിൽ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അങ്ങനെയുള്ള മറ്റ് ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്, മാനേജീരിയൽ ഇക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. സോ വൺസ് മോർ പറയാണ്, മാനേജീരിയൽ ഇക്കണോമിക്സിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. മാനേജീരിയൽ ഇക്കണോമിക്സ് ബിസിനസ് പ്രാക്ടീസസുമായിട്ട് ഇക്കണോമിക് തിയറീസ് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. ദെൻ ബിസിനസ്സിൽ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഇക്കണോമിക് കോൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യുക. ദെൻ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ പ്രോപ്പർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഫേമിന്റെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് പോസിബിൾ ആക്കുക, റിസ്കുകൾ റെഡ്യൂസ് ചെയ്യുക, ഡിമാൻഡും സെയിൽസും ഫോർകാസ്റ്റ് ചെയ്യുക, പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുക. ദെൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഏതിലാണോ നമ്മുടെ ഫേം സിറ്റുവേറ്റ് ചെയ്യുന്നത് ആ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്കൊരു ലീഡർഷിപ്പ് കൊണ്ടുവരിക. ദെൻ നമ്മുടെ ഫേമിന്റെ ഒരു എക്സ്പാൻഷൻ പോസിബിൾ ആവുക, മറ്റ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കുക. അങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് മാനേജീരിയൽ ഇക്കണോമിക്സിനുണ്ട്. യെസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്.
ഇക്കണോമിക്സിന് 2 ബ്രാഞ്ചാണ് ഉള്ളത്. മൈക്രോ എക്കണോമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സ് ഉണ്ട്. മാക്രോ എക്കണോമിക്സ് എന്താ, മൈക്രോ എക്കണോമിക്സ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ദെൻ വാട്ട് ഈസ് മാനേജറിയൽ എക്കണോമിക്സ്? മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എങ്ങനെയാണ് ഒരു പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ മാനേജറിയൽ ഇക്കണോമിക്സിനെ എങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, നോട്ട്സുകൾ പ്രോപ്പറായി റൈറ്റ് ഡൗൺ ചെയ്യുക. ഓക്കെ, താങ്ക് യു.